ഒടുവിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും ട്രൂഡോ ഒഴിഞ്ഞു. പക്ഷേ പുതിയ നേതാവിനെ ലിബറൽ പാർട്ടി തെരഞ്ഞെടുക്കുന്നതുവരെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരും. കാനഡയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. 2015 ആദ്യമായി കനേഡിയൻ പ്രധാനമന്ത്രിയായപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് 43 വയസ്സായിരുന്നു പ്രായം. ഇന്ത്യ കാനഡ ബന്ധം വഷളാകുന്നതിനിടയിലാണ് ട്രൂഡോയുടെ രാജി എന്നതും ശ്രദ്ധേയമാണ്. 9 വർഷങ്ങൾക്ക് മുൻപ് അധികാരത്തിൽ കയറുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ. കാനഡയിലെ 8 ലക്ഷത്തോളം വരുന്ന സിഖ് വംശജരുടെ പ്രീതി സമ്പാദിക്കാൻ കൈവിട്ട കളിക്കിറങ്ങിയ ട്രൂഡോ ഒടുവിൽ നടുവൊടിഞ്ഞു വീണിരിക്കുകയാണ്. US തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിക്കുകയും കൂടെ ചെയ്തതോടെ ട്രൂഡോയുടെ നില പരുങ്ങലിലായി. പ്രതിപക്ഷത്തും സഖ്യകക്ഷിയിലും എന്തിനു സ്വന്തം കൂടാരത്തിൽ പോലും ഒറ്റപ്പെട്ടതോടെ തല താഴ്ത്തി പടിയിറങ്ങുകയാണ് ട്രൂഡോ. കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കനേഡിയൻ പൗരനായ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ട്രൂഡോ നടത്തിയ ആരോപണമാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ വഴിയൊരുക്കിയത്. ഇന്ത്യ ഈ ആരോപണം തള്ളുകയും കാനഡയുടെ ഇത്തരം നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഖലിസ്ഥാനോട് അനുഭവമുള്ള ജഗ്മീത് സിംഗ് നയിക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണ ട്രൂഡോയ്ക്ക് നഷ്ടമാവുകയും ചെയ്തു. പാർട്ടി പിന്തുണ പിൻവലിച്ചെന്ന് മാത്രമല്ല, ട്രൂഡോയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തു. കൂടാതെ ഇന്ത്യയും കാനഡയും തമ്മിൽ നയതന്ത്ര ബന്ധം വഷളായതിന് പിന്നാലെ ട്രൂഡോയ്ക്ക് ജനപിന്തുണ നഷ്ടമായി. അതും ഒരു കാരണം. മറ്റൊന്ന് ട്രൂഡോ മന്ത്രിസഭയിലെ കൊഴിഞ്ഞുപോക്കാണ്. ധനമന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് രാജിവെച്ചത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് രാജിവെച്ചപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച തുറന്ന കത്തും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്കായുള്ള ട്രൂഡോയുടെ പദ്ധതികളെ വിമർശിക്കുകയും കൃത്യമായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ സാമ്പത്തിക വെല്ലുവിളിയിൽ രാജ്യം പരിങ്ങലിലാകുമെന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നും കൂടാതെ കുടിയേറ്റ നിയമങ്ങളിൽ വെള്ളം ചേർത്ത് അനിയന്ത്രിതമായ കുടിയേറ്റത്തിന് വഴിവെച്ചതോടെ തദ്ദേശീയരിലുണ്ടായ അതൃപ്തിയാണ് അടുത്ത കാരണം. തൊഴിലില്ലായ്മ, ജനത്തിരക്ക്, ജീവിത ചെലവിലുണ്ടായ വർധനവ്, ഇതൊന്നും അത്ര സുപരിചിതമല്ലാത്തൊരു രാജ്യത്ത് വിദ്യാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും ഈ കുത്തൊഴുക്ക് അസഹനീയമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. കൂടാതെ വിസ നയങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ കുടിയേറ്റ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മേൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. ട്രംപിനെ പോലെ അതിസമർത്ഥനായ ഒരു നേതാവ് അമേരിക്കയിൽ അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ട്രൂഡോയുടെ തണുപ്പൻ രീതികൾ മതിയാവില്ല എന്ന തിരിച്ചറിവും ഒരു കാരണമാണ്. കാനഡയിൽ നിന്ന് US-ലേക്കുള്ള അനധികൃത കുടിയേറ്റവും ലഹരിക്കടത്തും അവസാനിപ്പിച്ചില്ലെങ്കിൽ കാനഡയ്ക്ക് മേൽ 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് തുറന്നടിച്ചിരുന്നു. ട്രംപ് ട്രൂഡോയെ കാനഡയുടെ ഗവർണർ എന്ന് വിശേഷിപ്പിച്ചതും വലിയ ചർച്ചയായിരുന്നു. കാനഡ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായി മാറേണ്ടി വരുമെന്നുള്ള ട്രംപിന്റെ പരസ്യമായ അവഹേളനത്തിന് പോലും ട്രൂഡോയ്ക്ക് ഒരു മറുപടി ഉണ്ടായില്ല. ഇതോടെ ട്രൂഡോയുടെ നേതൃത്വത്തിൽ ഈ ഒക്ടോബറിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനാകാത്ത വിധം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നഷ്ടം ലിബറൽ പാർട്ടിയെ വെട്ടിലാക്കി. കാനഡയുടെ 15ാമത്തെ പ്രധാനമന്ത്രിയായ പിയറി ട്രൂഡോയുടെ മകൻ ജസ്റ്റിൻ ട്രൂഡോ 2013 അധികാരമേൽക്കുമ്പോൾ ട്രൂഡോയെ രാജ്യം ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. എന്നാൽ 9 വർഷങ്ങൾക്ക് ശേഷം തന്റെ എല്ലാ ജനപ്രീതിയും നഷ്ടപ്പെട്ട് ട്രൂഡോയ്ക്ക് രാജിവെച്ച് പോവേണ്ടി വന്നിരിക്കുന്നു.